ഒരു ലക്കെന്ന് പറയട്ടെ, റോമിലി ഒരു ഔദ്യോഗിക മീറ്റിങ്ങിൻ്റെ ഭാഗമായി പ്രയർ ജനറാലസിനെ കാണാൻ വേണ്ടി പോയ സമയത്ത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർദിനാൾ പ്രീവോസ്റ്റ് കടന്നു വരികയാണ്. ഭക്ഷണം കഴിക്കുവാനായി വന്ന് നമ്മുടെ തൊട്ടടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയും നമുക്ക് ഭക്ഷണം വിളമ്പി തരികയും ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ നമ്മുടെ പാത്രം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തുള്ള ഒരു വ്യക്തി. അന്ന് 2006 ഞാൻ കണ്ടിട്ടുള്ള അതേ വ്യക്തിത്വമാണ്. അഗസ്റ്റീനിയൻ സൗഹൃദം പങ്കുവെക്കുന്ന ഒരു അഗസ്റ്റീനിയൻ സന്യാസി എന്നുള്ള ഒരു ജീവിതം. അത് വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തോട് സംസാരിക്കുകയായിരുന്നു. കേരളത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. തീർച്ചയായിട്ടും ഉടനെ എന്നെ കണ്ടപ്പോൾ തന്നെ പേഴ്സണലായിട്ട് എന്നെ അറിയില്ലെങ്കിലും ഞങ്ങളുടെ റിപ്പോർട്ടുകളിലൂടെയും പല ഇൻഫർമേഷനിലൂടെ അറിയാം ഇന്ത്യൻ അഗസ്റ്റീനിയൻ സഭയുടെ റീജിയണൽ വികാരമാണെന്ന് എൻ്റെ ഫേസേക്ക് മാധ്യമങ്ങളിലൂടെ ഞങ്ങളുടെ ഇൻറ്റേർണൽ റിപ്പോർട്ടുകളിലൂടെ കണ്ടിട്ടുള്ളത് കൊണ്ട് എന്നെ കണ്ടപ്പോൾ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള സുപ്പീരിയർ ആണല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചു. എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രസൻസ് ഇന്ത്യയിൽ, നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്, കേരളത്തിൽ ഇപ്പോൾ എത്ര ഹൗസുകളായി, എത്ര അച്ഛന്മാരുണ്ട്, എത്ര ഹൗസുകളായി, എങ്ങനെയാണ് നമ്മുടെ വളർച്ച പ്രവർത്തനങ്ങൾ എല്ലാം അദ്ദേഹം ഓർത്തെടുക്കുകയായിരുന്നു. ഞാനൊന്ന് വന്ന സമയത്ത് ഇത്രയും അധികം ബ്രദേഴ്സ് ഉണ്ടായിരുന്നു, അവരെല്ലാവരും അച്ഛന്മാരായോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ഈ ആലുവ ഹൗസും എടക്കൊച്ചി ഹൗസും അതുപോലെ സന്ദർശിച്ചിട്ടുള്ള പൊള്ളാച്ചി സ്കൂള് ഞങ്ങൾ എടുത്ത വർഷമായിരുന്നു പിതാവ് സന്ദർശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വളർച്ച ഇപ്പം എങ്ങനെയുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് ചോദിക്കാൻ ഓർമ്മയുണ്ടായിരുന്നല്ലോ. അത്രയും കാര്യങ്ങൾ ഓർമ്മ മാത്രമല്ല, കുറച്ച് അച്ഛന്മാരുടെ പേരുകൾ പോലും ഓർത്തെടുത്തുകൊണ്ട് അച്ഛന്മാർക്ക് എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കാനുള്ള അത്രയും ആത്മബന്ധം, പേഴ്സണൽ റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് എനിക്ക് തോന്നി. മാത്രം വളരെ സിമ്പിളായിട്ട് കർദിനാലോ ബിഷപ്പോ എന്നുള്ള ഒരു ഇതൊന്നും ഇല്ലാതെ നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും നമുക്ക് വിളമ്പിത്തരികയും സ്നേഹത്തോടെ നമ്മുടെ പാത്രം എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്ന ആ ഒരു വ്യക്തിത്വത്തെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ ഒരു ആഗ്രഹം ഇത് തന്നെയായിരുന്നു. ഇദ്ദേഹം ഒരു പിതാവ് പാപ്പയാകുകയാണെങ്കിൽ ഭയങ്കര ഒരു അനുഗ്രഹമായിരിക്കും എന്ന് അവിടെ വെച്ച് തന്നെ ഞാൻ ചിന്തിക്കുകയുണ്ടായി. സത്യമായിട്ടും അന്ന് മുതൽ അതിയായി ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. എത്ര നാൾ മുമ്പായിരുന്നു അത്? ഈ 2025 ഫെബ്രുവരി 21 ആയിരുന്നു. ഓക്കെ. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അതിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ മാധ്യമങ്ങളിൽ ഈ ദിവസങ്ങളിൽ കാണുക. അപ്പം ഞാനും എൻ്റെ കൂടെ ജസ്റ്റിൻ ജോസഫ് പള്ളിപ്പാട്ട് OSHN, അത് ഇന്ത്യൻ അഗസ്റ്റീനിയൻ സഭയുടെ പ്രൊക്രേറ്റർ അച്ഛനാണ്. അപ്പം അദ്ദേഹം ഞാനും കൂടി ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് വേണ്ടി അവിടെ പോയ സമയത്ത് പിതാവ് അവിടെ ഉണ്ടാവുകയും ഞങ്ങൾ കാണുകയും സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ 6:30 അവിടുത്തെ കുർബാനയും പ്രാർത്ഥനയും ഞങ്ങളുടെ ജനറലേറ്റ് ചാപ്പള്ളി. നമുക്കറിയാമല്ല, ഏറ്റവും അവസാന നിമിഷം 2 മിനിറ്റേക്കുള്ള. അപ്പോൾ ഞാനൊക്കെ ഉടുപ്പിട്ട് ഓടി പിടിച്ച് അവിടെ ചെന്നപ്പോഴേക്ക് കാണുന്നൊരു കാഴ്ചയെന്ന് പറയുന്നത് വളരെ നേരത്തെ തന്നെ പള്ളിയിലേക്ക് എത്തി. വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവോ കർദിനാൾ എന്നുള്ള സ്ഥാനചിഹ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ആൽബം സ്റ്റോൾ മാത്രം ഇട്ടുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, യാമപ്രാർത്ഥനയ്ക്ക് വേണ്ടി കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവിനെയാണ് കാണുവാനായി സാധിച്ചത്. എനിക്കത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് അദ്ദേഹം അറിയാതെ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കുകയുണ്ടായി. അപ്പോൾ അതിനുശേഷം ഞങ്ങളോടൊപ്പം യാമപ്രാർത്ഥനകൾ ചെല്ലുകയും കുർബാനയിൽ അന്നത്തെ ടൈം ടേബിൾ അനുസരിച്ച് കുർബാന ചൊല്ലുന്ന ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ്റെ കൂടെ സൈഡിൽ നിന്ന് കോൺസെലബ്രേറ്റ് ചെയ്യുകയും കുർബാനയിൽ പങ്കെടുക്കുകയും അതിനുശേഷം ഞങ്ങളുടെ കൂടെ പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം വത്തിക്കാനിലേക്ക് ജോലിക്ക് നടന്നു അങ്ങോട്ട് പോകുന്ന ഒരു വ്യക്തി. അപ്പോൾ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടുള്ള ഒരു പിതാവിന് തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് എൻ്റെ ഒരു കുറച്ച് ദിവസങ്ങളുടെ ഒരു 3 ദിവസം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ 3 ദിവസത്തിൻ്റെ